നമ്മൾ വീണ്ടും തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം ഉടൻ നടക്കും. ദൃശ്യങ്ങളിൽ കാണാം. ആർ സുഗതൻ സത്യപ്രതിജ്ഞയ്ക്കായി ജയിൽ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് എത്തുന്നു. അവിടെ സത്യപ്രതിജ്ഞ അവിടെ സൂപ്രണ്ടിന്റെ ഓഫീസിന്റെ സമീപത്ത് ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിലാണ് സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ സുഗതനെ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിക്കുന്നത്. മേയർ വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ അവിടെയുണ്ട്. ഹൈക്കോടതി നിർദ്ദേശിച്ച സമയം, അതായത് 11 മണി തന്നെ, കൃത്യം 11 മണിയായിട്ടുണ്ട്. സത്യപ്രതിജ്ഞ തുടങ്ങുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു വേദി സജ്ജമാക്കിയിട്ടുണ്ട്. ആ വേദിയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ചുമതലപ്പെടുത്തിയ ആൾ നിതിൻ അവിടെ ഉണ്ട്. നിതിൻ, സത്യപ്രതിജ്ഞ തുടങ്ങിയല്ലേ? അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണല്ലേ? വിജയകുമാർ, സത്യപ്രതിജ്ഞ ചടങ്ങിലുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ തുടങ്ങും. അല്പസമയത്തിന് തുടങ്ങും. എന്തായാലും വേദിയിൽ അതിനുള്ള ഒരുക്കങ്ങൾ തന്നെ പൂർത്തിയായി. സുഗതൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ തന്നെ കാണാം. സുഗതനും അതോടൊപ്പം തന്നെ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളും ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. മേയർ അല്പസമയം തന്നെ ഇവിടെ എത്തി അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അല്പസമയത്തിന് കൃത്യം 11 മണിയോടുകൂടി തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ ഈ വേദിയിലൊക്കെ ഒരുക്കി നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഏതാണ്ട് 3 പേർക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഒന്ന് മേയർ, അതോടൊപ്പം തന്നെ കൗൺസിലർ, കൂടാതെ നഗരസഭാ സെക്രട്ടറി. ഈ 3 പേർക്കാണ് ഈ വേദിയിൽ ഇരിക്കാനുള്ള ഒരു മേയറും ജയിൽ സൂപ്രണ്ടും സെക്രട്ടറിയാണ് ഡയസിലിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൗൺസിലറുടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി വിളിക്കും. അതാണ് നടക്കുന്നത്. 3 പേര് ബഹുമാനപ്പെട്ട മേയർ, സെക്രട്ടറി, ജയിൽ സൂപ്രണ്ട് ഡയസിലുണ്ടാവും. അത് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ക്ഷണിക്കും. അതിനുശേഷം സത്യപ്രതിജ്ഞ നടക്കുന്നതാണ്. അതാണ് ഇപ്പോൾ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയ കാര്യം. എന്തായാലും 3 പേരാണ് ഉണ്ടാവുക. ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ്. സുഗതൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മേയർ വി രാജേഷ് ഇവിടെയുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയാക്കി അല്പസമയത്തിന് തന്നെ ആരംഭിക്കും. എന്തായാലും സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിജയകുമാർ ഇങ്ങനെ ഒരു ദൃശ്യം. സെൻട്രൽ ജയിലിൽ ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. അതും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു തീരുമാനമുണ്ടായത്. ഇന്നലെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു അസാധാരണ തീരുമാനം വരികയും അതിനുശേഷം ഇന്ന് ഈ ജയിലിലെ ലൈബ്രറി ഹാളിൽ അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വി രാജേഷ്, മേയർ വി രാജേഷ് ഇപ്പോൾ വേദിയിലേക്ക് അതായത് സത്യപ്രതിജ്ഞ നടക്കുന്ന ചടങ്ങ് വേദിയിലേക്ക് കയറുകയാണ്. അദ്ദേഹം ഇവിടെ ഇരിക്കും. അതോടൊപ്പം തന്നെ സൂപ്രണ്ടും, കൂടാതെ സൂപ്രണ്ടല്ല, ജയിൽ നഗരസഭാ സെക്രട്ടറി, അതോടൊപ്പം തന്നെ കൗൺസിലർ, ഈ 3 പേരാകും ഇവിടെ ഉണ്ടാവുക. എന്തായാലും ആ ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ചുരുക്കം ചില മാധ്യമപ്രവർത്തകർ, അത് അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അങ്ങനെ കർശന നിയന്ത്രണങ്ങളോടും നിബന്ധനകളോടെയാണ് ഇപ്പോൾ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാൻ പോകുന്നത്. BJP സംബന്ധിച്ച് ഇതൊരു ആശ്വാസകരമായ ഒരു നിമിഷം എന്ന് തന്നെ പറയാം. കാരണം വലിയ പ്രതിസന്ധിയിലൂടെയാണ് BJP കടന്നുപോയത്. ആ ഒരു നടപടിക്ക് ഇപ്പോൾ അല്പം ആശ്വാസമായിട്ടുണ്ട്. സുഗതന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് കോടതി അനുമതി നൽകിയിരുന്നു. ഒരു അസാധാരണമായ ഒരു തീരുമാനം തന്നെയാണ് കോടതിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അത് പ്രകാരം സുഗതനെ കൃത്യമായി തന്നെ 11 മണിക്ക് തന്നെ ഈ വേദിയിലേക്ക് ഇവിടേക്ക് എത്തിച്ചു. ജയിലിലെ ലൈബ്രറി ഹാളിലാണ് ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നഗരസഭാ സെക്രട്ടറി ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. വിജയകുമാർ, തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നമ്പർ കേസിലെ 13/7/2026 തീയതിയിലെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ വാർഡ് 20 വാഴോട്ടുകോണം കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇന്ന് വിയൂർ സെൻട്രൽ ജയിൽ ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുന്നത്. ആയതിലേക്ക് ബഹുമാനപ്പെട്ട നഗരസഭാ മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് അവർകളെയും വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെയും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആർ സുഗതനെയും സ്വാഗതം ചെയ്യുന്നു. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിലേക്ക് ബഹുമാനപ്പെട്ട മേയറെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഏറ്റുപറയുന്നതിന് വേണ്ടി കൗൺസിലർ ശ്രീ ആർ സുഗതനെയും ക്ഷണിക്കുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വാസ്യതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വിജയകുമാർ, സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. ആ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ നഗരസഭാ സെക്രട്ടറി അതിൻ്റെ പൂർണ്ണ നടപടിക്രമങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള
വിജുമാർ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഈ ഒരു ചടങ്ങ് അവസാനിച്ചു. കൃത്യമായി തന്നെ ഏതാണ്ട് ഒരു 3 മിനിറ്റ് നേരമാണ് ഇത് നടന്നത് ഈ ചടങ്ങ്. അതിനുശേഷം ഇപ്പോൾ സുഗതൻ തിരികെ പോവുകയാണ്, വിയൂർ സെൻട്രൽ ജയിലിലേക്ക് പോവുകയാണ്. തൊട്ടടുത്തുള്ള ജയിലിലെ ലൈബ്രറി ഹാളിലായിരുന്നു ഇതിനുള്ള ക്രമീകരണം ഒരുക്കിയത്. മേയറും അതോടൊപ്പം തന്നെ നഗരസഭാ സെക്രട്ടറിയും ജയിൽ സൂപ്രണ്ടും ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാം. ഏതാണ്ട് നിമിഷ നേരം കൊണ്ട് ഈ ഒരു ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ദൃശ്യം നമുക്ക് കാണുന്നത്. ജയിലിൽ വെച്ച് എന്തായാലും ഇപ്പോൾ ഈ ചടങ്ങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഈ ജയിലിന് പുറത്തുനിന്ന് സംസാരിക്കാമെന്നാണ് മേയർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചില പരിമിതികളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട് ജയിലിൽ നിന്ന് ഈ ഒരു വാർത്ത സംപ്രേഷണം ചെയ്യുന്നതിൽ. കാരണം കൃത്യമായി തന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരം അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരെ മാത്രമേ ഇവിടെ അനുവദിച്ചുള്ളൂ. അല്പസമയത്തിന് തന്നെ ജയിലിന് പുറത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന് ജയിൽ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പുറത്തുനിന്ന് സംസാരിക്കുമെന്നാണ് വ്യക്തമാക്കിയത്. എന്തായാലും വിയൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാം, ഈ കാപ്പ കേസിലെ പ്രതി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോയി. ആ ദൃശ്യം നമുക്ക് എന്തായാലും വിജയകുമാർ ഒരിക്കൽ കൂടി കാണാം. അങ്ങനെ ആ ഒരു നടപടിക്രമങ്ങളെല്ലാം പാലിച്ചു. വാഴോട്ട് കോണത്തിലെ കൗൺസിലറായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ശരി നിതിൻ, സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. വളരെ ഹ്രസ്വമായ ചടങ്ങ്. അത് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് സത്യവാചകം ചൊല്ലിക്കൊടുത്തു മേയർ. ജയിൽ സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ടിന്റെ അദ്ദേഹത്തിന്റെ ഓഫീസിനോട് ചേർന്നുള്ള ലൈബ്രറി ഹാളിലെ വളരെ ഹ്രസ്വമായ ചടങ്ങ്. സത്യവാചകം ചൊല്ലി കപ്പ കേസ് പ്രതിയായ സുഗതനെ തിരികെ ജയിലിലേക്ക് കൊണ്ടുപോയി. മേയർ വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ജയിലിന് പുറത്തേക്ക് വരികയും ചെയ്തു. അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ ഉയർന്ന രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വി രാജേഷ് ജയിലിന് പുറത്തു വെച്ച് മറുപടി പറയും എന്നാണ് അറിയിച്ചത്. വളരെ ഹ്രസ്വമായ ചടങ്ങാണ്. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക, അതായത് ജനപ്രതിനിധിയായി ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിൽ സത്യവാചകം ചൊല്ലുക എന്ന അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അത് തടയാൻ കഴിയില്ലെന്ന് ഇന്നലെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജയിലിൽ അങ്ങനെ സത്യപ്രതിജ്ഞയ്ക്ക് അവസരം ഒരുക്കിയത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരമൊരു കാഴ്ച ഇതാദ്യമാണ്. ജയിലിൽ ഒരു ജനപ്രതിനിധി സത്യവാചകം ചൊല്ലുന്നു, ഔദ്യോഗികമായി ചുമതലയേൽക്കുന്നു എന്നത് ആദ്യത്തെ സംഭവമാണ്. ഇതിന് പശ്ചാത്തലം നേരത്തെ BJPയുടെ 20 കൗൺസിലർമാർ സത്യവാചകം ചൊല്ലിയിരുന്നു. പക്ഷേ ആ സത്യവാചകം ചൊല്ല് നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നില്ല. ബലിദാനികളുടെയും ദൈവങ്ങളുടെയും ഒക്കെ പേരിലുള്ള സത്യപ്രതിജ്ഞയായിരുന്നു. അത് അസാധുവാക്കി ഹൈക്കോടതി. വീണ്ടും സത്യവാചകം ചൊല്ലാൻ പറഞ്ഞു. സുഗതൻ ഒഴികെ 19 പേരും പിന്നീട് സത്യപ്രതിജ്ഞ ചെയ്തു മേയറുടെ മുൻപിൽ. അന്ന് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, കാപ്പ കേസിൽ തടവിലായിരുന്നു. അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലാൻ ഹൈക്കോടതി അനുമതി നൽകി. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജയിൽ സൂപ്രണ്ടിൻ്റെ മുറിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സത്യവാചകം ചൊല്ലി ആ നടപടിക്രമം, വളരെ ഹ്രസ്വമായ നടപടിക്രമങ്ങളാണത് അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് മേയർ ഉൾപ്പെടെയുള്ളവർ പോയിട്ടുണ്ട്. ജയിലിനകത്ത് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജയിലിന് പുറത്ത് സൂരജ് സജി ഉണ്ട്. അല്പസമയത്തിനകം സൂരജ് അവിടെ നിന്നുള്ള വിവരങ്ങളും കൂടുതലും പ്രതികരണങ്ങളും ഒക്കെ നൽകും. ഈ വിഷയത്തിൽ ഇതിനോടകം രാഷ്ട്രീയ വിവാദം ഉണ്ടായിട്ടുണ്ട്. BJPയെ കടന്നാക്രമിച്ച് CPM-ഉം കോൺഗ്രസും ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. BJPയുടെ രാഷ്ട്രീയ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് CPM-ഉം കോൺഗ്രസും വിമർശിച്ചത്. എന്നാൽ അടുത്ത 5 വർഷം സുഗമമായ ഭരണം ഉണ്ടാകുമെന്നും ഈ വിഷയത്തിൽ BJPക്ക് ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ല എന്നുമാണ് മേയർ നൽകിയ മറുപടി. കൂടുതൽ പ്രതികരണം ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. Big TV, without fear or favor.